Hi all. In the previous video, I have stopped from here. That is power electronics and involved the study of that is power electronic devices, power converter topologies, control strategies, and capacitive and magnetic energy storages, etc. All these study power electronics includes all these study. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതുപോലെ നമ്മൾ നമ്മുടെ സിലബസ് ഫസ്റ്റ് മൊഡ്യൂള് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫസ്റ്റ് മൊഡ്യൂള് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അതിനുശേഷം ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ദി പവർ സെമി കണ്ടക്ടർ ഡിവൈസ് ഹിസ്റ്ററി. അപ്പം ഇങ്ങനെയാണ് ഈ പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ ഡിറൈവ് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററി എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അൺകൺട്രോൾഡ്, കൺട്രോൾഡ് എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അൺകൺട്രോൾഡിനെ റെക്ടിഫയേഴ്സും അതുപോലെ ആക്സസറീസ് ഈ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതിൽ തന്നെ റെക്ടിഫയേഴ്സ് ഇൻക്ലൂഡ്സ് പവർ സിലിക്കൺ ഡയോഡ്സ്, ഷോട്ട്കി ഡയോഡ്സ് എക്സെട്ര. ആക്സസറീസ് ഇൻക്ലൂഡ്സ് ഡയാക്സിന്, MOVs എക്സെട്ര. ആൻഡ് കൺട്രോൾഡിന് നമ്മൾ റീജനറേറ്റീവും നോൺ റീജനറേറ്റീവും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ റീജനറേറ്റീവ് ഇൻക്ലൂഡ് SCR, GTO, ട്രയാക്. നോൺ റീജനറേറ്റീവ് ഇൻക്ലൂഡ് BJT, MOSFET, IGBT. ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഇൻക്ലൂഡ് IGCT, PIC, ഇൻ്റലിജൻറ്റ് പവർ മൊഡ്യൂൾസ് എക്സെട്ര. അപ്പോൾ ഈ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഒരു ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ മാത്രം പറഞ്ഞതാണ്. ഇത്രയും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്നാൽ പോലും നമ്മളിതിൽ ഈ പവർ ഡയോഡ്സ്, അതുപോലെ പവർ BJTs, അതുപോലെ GTO, MOSFET, IGBT ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോസിൽ പറഞ്ഞു തരാം. ഡിഫറെൻറ്റ് കൺവേർട്ടേഴ്സാണ് മെയിനായിട്ടും പവർ ഇലക്ട്രോണിക്സിൻ്റെ ബാക്ക് ബോൺ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവേർട്ടേഴ്സ് ഉണ്ട്. അപ്പം DC to DC conversion is called chopper. Converter is called chopper. That is low voltage DC to high voltage, or vice versa is possible. Okay, the DC to DC converter is called chopper. Then DC to AC converter is called inverter. AC to DC is called rectifier. AC to AC is called cyclo converter, or different. AC to AC means high frequency to low frequency AC, low voltage to high voltage AC. Like that, different conversions are there. That is called AC to AC converters. These are the major converters and inverters, or converters, power converters in power electronics. That is power electronics. Actually, power electronics means this includes the study of power converters and its control. Okay. Now we can start our first module. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്: ലീനിയർ ഇലക്ട്രോണിക്സ് വേഴ്സസ് പവർ ഇലക്ട്രോണിക്സ്, പവർ സെമി കണ്ടക്ടർ സ്വിച്ചസ്, പവർ ഡയോഡ് സ്ട്രക്ചർ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര. അതുപോലെ പവർ ട്രാൻസിസ്റ്റേഴ്സ്, BJT, MOSFET, GTO, IGBT, സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് BJT, MOSFET, IGBT. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് 2 ടോപ്പിക്സ് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഈസ് പവർ ഇലക്ട്രോണിക്സ് ഡിസ്റ്റിങ് ഫ്രം ലീനിയർ ഇലക്ട്രോണിക്സ്? എന്താണ് പവർ ഇലക്ട്രോണിക്സും ലീനിയർ ഇലക്ട്രോണിക്സും തമ്മിലുള്ള ഡിഫറൻസ്? കാര്യമായിട്ടുള്ള ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് പ്രൈമർലി ദിയർ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റീസ്. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റീസിനെ ബേസ് ചെയ്തിട്ടല്ല പവർ ഇലക്ട്രോണിക്സോ ലീനിയർ ഇലക്ട്രോണിക്സ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഹൈ പവർ ഉള്ളതുകൊണ്ട് പവർ ഇലക്ട്രോണിക്സിന് ഹൈ പവർ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് പവർ ഇലക്ട്രോണിക്സ്, ലീനിയർ ഇലക്ട്രോണിക്സ് ആ ഒരു രീതിയിലല്ല ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇൻ പവർ ഇലക്ട്രോണിക്സ് ഓൾ ഡിവൈസ് ആർ ഓപ്പറേറ്റഡ് ഇൻ സ്വിച്ചിങ് മോഡ്. സ്വിച്ച് മീൻസ് എങ്ങനെയാണ്? നമ്മളെ സ്വിച്ചിന് ആകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതൊരു സ്വിച്ച് ആയിക്കോട്ടെ, എന്താണ്? ഓൺ അല്ലെങ്കിൽ ഓഫ്. അതിൻ്റെ ഇടയിൽ നിർത്തിക്കഴിഞ്ഞാൽ എന്താണ്?
അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് സ്വിച്ചസിനില്ല. അപ്പം എയ്തർ ഫുള്ളി ഓൺ ഓർ ഫുള്ളി ഓഫ് സ്റ്റേറ്റ്, അതാണ് പവർ ഇലക്ട്രോണിക്സിൻ്റെ പ്രത്യേകത. ബട്ട് ലീനിയർ ഇലക്ട്രോണിക്സ് അങ്ങനെയല്ല, അതിന് ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ലീനിയർ ഇലക്ട്രോണിക്സിലുണ്ട്. ദ ലീനിയർ ആംപ്ലിഫയേഴ്സ്, നമ്മൾ ആംപ്ലിഫയേഴ്സ് കേട്ടിട്ടുണ്ടാവും, എന്നാണ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ ഫിഡിലിറ്റി ഇൻ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ റിക്വയറിങ് ട്രാൻസിസ്റ്റേഴ്സ് ടു ഓപ്പറേറ്റ് സ്ട്രിക്ട്ലി ഇൻ ദി ലീനിയർ സോൺ. അപ്പോൾ ലീനിയർ ഇലക്ട്രോണിക്സ് മെയിനായിട്ട് ഫുള്ളി ഓൺ ഫുള്ളി ഓഫ് എന്നുള്ള കൺസെപ്റ്റ് അല്ല, അതെപ്പോഴും ലീനിയർ അല്ലെങ്കിൽ ആക്റ്റീവ് സോണിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫിഗർ ശ്രദ്ധിക്കുക, എന്താണ്, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരിയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് മെയിനായിട്ട് 3 റീജിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, അതുപോലെ കട്ട് ഓഫ് റീജിയൻ അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് റീജിയൻ അല്ലേ. ആക്റ്റീവ് റീജിയൻ ആണ് സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നത്, ആക്റ്റീവ് റീജിയൻ ആണ്. പിന്നെ ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഓൺ സ്റ്റേറ്റ്, ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്നത് ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ 3 റീജിയൻസ് ആണ് ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചാൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ആക്റ്റീവ് സോൺ, സാച്ചുറേഷൻ സോൺ, കട്ട് ഓഫ് സോൺ. അപ്പം പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സാച്ചുറേഷൻ സോണിലും കട്ട് ഓഫ് സോണിലും ആയിരിക്കും. അതായത് ഈ ഗ്രാഫിൻ്റെ ഈ ഒരു ഏരിയാസിലും ഈ ഒരു ഏരിയാസിലും, ഓക്കെ, ഈ ഒരു സ്മോൾ ഏരിയാസ്, ഓക്കെ സോറി. അപ്പം അങ്ങനെയായിരിക്കും പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ലീനിയർ ഇലക്ട്രോണിക്സ് എന്ന് വരുന്നത് ഈ ഒരു ആക്റ്റീവ് റീജിയൻസിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ലീനിയർ ഓപ്പറേഷനും സ്വിച്ചിങ് ഓപ്പറേഷനും തമ്മിലൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ലീനിയർ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് സോൺ സെലക്റ്റഡ്, എപ്പോഴും ലീനിയർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ലീനിയർ ഓപ്പറേഷൻ ആക്റ്റീവ് സോണിലായിരിക്കും. സ്വിച്ചിങ് ഓപ്പറേഷനോ ആക്റ്റീവ് സോൺ അവോയ്ഡഡ്. സ്വിച്ചിങ് ഓപ്പറേഷനിൽ ഒരിക്കലും ആക്റ്റീവ് സോൺ സെലക്ട് ചെയ്യില്ല, കാരണം ഹൈ ലോസസ് ആയിരിക്കും. ഹൈ ലോസസ് എൻകൗണ്ടേർഡ് only during transients. Okay, next, good linearity between input and output. അപ്പം ലീനിയർ സോൺ ലീനിയർ റിലേഷൻ ആയിരിക്കും, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ലീനിയർ റിലേഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് സോൺ സെലക്റ്റഡ്, ലോ ലോസ്. അപ്പോൾ സ്വിച്ചിങ് ഓപ്പറേഷനിൽ സാച്ചുറേഷൻ കട്ട് ഓഫ് മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. ലീനിയർ ഓപ്പറേഷനിൽ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് സോൺസ് ആർ അവോയ്ഡഡ്. ലീനിയർ ഓപ്പറേഷൻ ആ ഒരു റീജിയൻസ് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ട്രാൻസിസ്റ്റർ ബയാസ്ഡ് ടു ഓപ്പറേറ്റ് അറൗണ്ട് ക്യൂ പോയിൻറ്റ്സ്. നോ കൺസെപ്റ്റ് ഓഫ് ക്യൂഷൻ പോയിന്റ്. ഓക്കെ, ക്യൂഷൻ പോയിന്റ് ഓർ ക്യൂ പോയിന്റ് വി ക്യാൻ കോൾ ലൈക്ക് ദാറ്റ്. ട്രാൻസിസ്റ്റർ ബയാസ്ഡ് ടു ഓപ്പറേറ്റ് അറൗണ്ട് ക്യൂസ്. ഓക്കെ, കോമൺ എമിറ്റർ അല്ലെങ്കിൽ കോമൺ കലക്ടർ, കോമൺ ബേസ് മോഡ്സ്. ഇതിൽ ട്രാൻസിസ്റ്റർ ഡ്രിവൺ ഡയറക്റ്റ്ലി അറ്റ് ബേസ് എമിറ്റർ ആൻഡ് ലോഡ് എയ്തർ ഓൺ കളക്ടർ ഓൺ എമിറ്റർ. ആ ഒരു രീതിയിലായിരിക്കും അതിൽ കോൺഫിഗറേഷൻ ഉണ്ടാവുക. ഓക്കെ, ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ബെയർലി പ്രൊട്ടക്റ്റഡ്. ഇതിന് സ്വിച്ചിങ് എയ്ഡ് നെറ്റ്വർക്ക് ആൻഡ് അതർ പ്രൊട്ടക്ഷൻ ടു മെയിൻ transistor. Utilization of transistor rating of secondary importance. Utilization of transistor rating optimized. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ലീനിയർ ഓപ്പറേഷനും സ്വിച്ചിങ് ഓപ്പറേഷനും നമ്മൾ വരുന്നത്. അപ്പം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അല്ല, നേരെ മറിച്ച് അതിൻ്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ. പവർ ഇലക്ട്രോണിക്സ് എപ്പോഴും ഓണും ഓഫ്, ഓൺ ഓഫ്, സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ബട്ട് ലീനിയർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ സാച്ചുറേഷൻ കട്ട് ഓഫ് സോൺസ് എപ്പോഴും ഒഴിവാക്കും, എപ്പോഴും ആക്റ്റീവ് സോൺ ആയിരിക്കും. ദർ ഷുഡ് ബി എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്. നൗ പവർ സെമികണ്ടക്ടർ ഡിവൈസസ് അല്ലെങ്കിൽ പവർ സെമികണ്ടക്ടർ സ്വിച്ചസ്. അപ്പോൾ എന്താണ് സ്വിച്ച്? നമ്മൾ സ്വിച്ച് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചസ് ആണ് അല്ലേ.
അതെന്താ ചെയ്യുന്നത്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഓൺ ആവും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. ഏത് എക്യുപ്മെൻ്റ് ആണോ ആ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യും. അതാണ് നമ്മൾ കൺവെൻഷനലി സ്വിച്ച് എന്ന് കേൾക്കുമ്പോൾ ഉള്ളത്. എന്നാൽ പവർ സെമി കണ്ടക്ടർ സ്വിച്ചസ് അങ്ങനെ പറയുമ്പോൾ എന്താണ്? അതിൽ വരുന്നത് എന്തായിരിക്കും? നമ്മുടെ BJT, MOSFET, GTO, SCR, IGBT ഇങ്ങനെയുള്ള സ്വിച്ചസ് ആണ് പവർ സെമി കണ്ടക്ടർ സ്വിച്ചസ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ പവർ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള പവർ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വരുന്നത് പവർ ഡയോഡ്, പവർ BJT, പവർ MOSFET, GTO, SCR, IGBT ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ടും ഡിസ്കസ് ചെയ്ത് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ we have to discuss power semiconductor diode. Before going to power semiconductor diode, we need to know what is a small signal diode and what is a PN junction. നമുക്കൊരു എന്താണ് PN junction എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ പവർ ഡയോഡ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ കൺവെൻഷണൽ ഡയോഡ് അറിയുന്ന ആൾക്ക് പവർ ഡയോഡ് പറയാൻ സിമ്പിളാണ്, കാരണം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് PN ജംഗ്ഷൻ? എന്താ PN ജംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. എന്താ പി ടൈപ്പ്, N ടൈപ്പ്? പി ടൈപ്പിൽ എന്തായിരിക്കും? ഹോൾസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. വേറെ എന്താണ് ഈ ഡോപ്പിംഗ്? നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡോപ്പിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു PN ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ ഓർ ഫിസിക്കൽ കോൺട്രാക്ട് വിത്ത് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് പി ടൈപ്പ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കോണ്ടാക്ട് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ പി റീജിയനും N റീജിയനും കോണ്ടാക്ട് വരുമ്പോൾ ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അവിടെ എന്തുണ്ടാവും? ഇൻ ബിറ്റ്വീൻ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചാണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് ലോ പവർ ഡയോഡ് ഓർ സിഗ്നൽ ഡയോഡ്? അപ്പം നിങ്ങൾ മുന്നേ പഠിച്ച ഡയോഡ് പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഡയോഡ് ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ് that essentially acts as a one-way switch for current. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയോഡ് എന്താണ്? ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്ന ഡിവൈസാണ്, അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡിവൈസാണ് ഡയോഡ്. ഇറ്റ് അലോസ് കറണ്ട് ടു ഫ്ലോ ഈസിലി ഇൻ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ മാത്രം, ബട്ട് സിവിയർലി റെസ്ട്രിക്ട് കറണ്ട് ഫ്രം ഫ്ലോയിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫിഗർ നോക്കുക, അല്ലേ? അപ്പം ഡയോഡ് പറഞ്ഞാൽ ഇത് യൂണി ഡയറക്ഷണൽ കണ്ടക്ഷൻ ആണ്. ഫ്രം ആനോഡ് ടു കാഥോഡ് മാത്രമേ കറണ്ട് ഫ്ലോ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. ഈ മൈനസ് പൊളാരിറ്റി ഇൻഡിക്കേറ്റ്സ് കാഥോഡ്, അല്ലേ? ഈ ഒരു ലൈൻ ഇൻഡിക്കേറ്റ്സ് കാഥോഡ്. ഓക്കെ, അതുപോലെ സിമ്പിൾ, ഇതിപ്പം 1N4007 ഡയോഡിൻ്റെ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു ഒരു മാർക്കിംഗ് കാണും. ഈ ഒരു മാർക്കിംഗ് ആണ് കാഥോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ് ടെർമിനൽ ഈസ് കോൾഡ് ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ ഈസ് കോൾഡ് കാഥോഡ്. ഇൻ PN ജംഗ്ഷൻ സ്ട്രക്ചറിൽ പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും എന്തായിരിക്കും? ആനോഡ് ഉണ്ടായിരിക്കുന്നത്. N ടൈപ്പ് മെറ്റീരിയലായിരിക്കും കാഥോഡ്, അല്ലേ? പിയും എന്നും. ഓക്കെ, ഇതാണ് ബേസിക് PN ജംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ. Now power semiconductor diode. അപ്പോൾ ഫ്രം ദി നെയിം ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പവർ സെമികണ്ടക്ടർ എന്താണ്? കൺവെൻഷണൽ സെമികണ്ടക്ടർ ഡയോഡിനും എന്തായി? അതിൻ്റെ പവർ റേറ്റിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? പവർ സെമികണ്ടക്ടർ ഡയോഡായി. അപ്പം ഈ ഇത് വായിക്കുന്നതിന് നമ്മുടെ എന്താണ് നമ്മുടെ എക്സ്പ്ലനേഷൻ വായിക്കുന്നതിന് മുന്നേ ഫിഗർ നോക്കാം. ഇതാണെന്ത്? പവർ സെമികണ്ടക്ടർ ഡയോഡിൻ്റെ സ്ട്രക്ചർ.
അപ്പോൾ നോക്കുക, ഫിഗർ നോക്കുക. പി പ്ലസ്, here we can see that p plus n minus n plus, that is 3 layers. We can see that 3 layers, but ഒരു p ലെയറും 2 n ലെയറും, അത് n മൈനസും n പ്ലസും. അപ്പോൾ എന്താണ് p പ്ലസ്, എന്താണ് n മൈനസ്, എന്താണ് p പ്ലസ്, എന്താണ് n മൈനസ്? p പ്ലസ് മീൻസ് പ്ലസ് ഇൻഡിക്കേറ്റ് ഹെവിലി ഡോപ്ഡ്, മൈനസ് ഇൻഡിക്കേറ്റ് ലൈറ്റ്ലി ഡോപ്ഡ്. അപ്പോൾ ആ ഡോപ്പിംഗ് ഇൻറ്റൻസിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസും മൈനസും യൂസ് ചെയ്യുക. അപ്പം പി പ്ലസ് മീൻസ് പി പി ആണ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് വിത്ത് ഹെവിലി ഡോപ്ഡ്. എൻ മൈനസ് മീൻസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് വിത്ത് ലൈറ്റ്ലി ഡോപ്ഡ്. എൻ പ്ലസ് മീൻസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വിത്ത് ഹെവിലി ഡോപ്ഡ്. അപ്പം ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നോർമലി പി പ്ലസും എൻ പ്ലസും മാത്രമേ ഉണ്ടാവൂ. ബട്ട് ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്തു, ഒരു എൻ മൈനസ് വൺ ലെയേഴ്സ് കൂടി ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ദി സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ കൺവെൻഷണൽ ഡയോഡ് ആൻഡ് എ പവർ ഡയോഡ്. സിമ്പിളൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രാ അഡീഷണൽ എൻ മൈനസ് വൺ ലെയർ, ആ ലെയറാണ് കൺവെൻഷണൽ ഡയോഡും പവർ ഡയോഡും തമ്മിലുണ്ടാവുന്ന മേജർ ഡിഫറൻസ്. എന്തായിരിക്കും പവർ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജസ്? ഹൈ പവർ അപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുക. അതായത് കറണ്ട്, ഇപ്പം നമ്മളെ കൺവെൻഷണൽ ഡയോഡ്സിൻ്റെ റേറ്റിംഗ് 1 ആംപിയർ ആണെങ്കിൽ പവർ ഡയോഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? അപ് ടു 1000 ആംപിയേഴ്സ് വരെ ഫ്ലോ ചെയ്യാൻ പറ്റും. കാരണം അത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മീൻസ് നമ്മൾ ഇതിൽ റിവേഴ്സായിട്ടൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ആ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി. ഇപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൺവെൻഷണൽ ഡയോഡിന് ഒരു 50 വോൾട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പവർ ഡയോഡിന് എന്തായിരിക്കും, ഈ എൻ മൈനസ് വൺ ലെയർ ഉള്ളത് കൊണ്ട് എന്തായിരിക്കും, അതിൻ്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അപ് ടു 50 കിലോ വാട്ട്, അത്രയും ഹൈ ആയിരിക്കും അതിൻ്റെ കാപ്പബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഫിഗർ സെയിം തന്നെയാണ്, അതിൻ്റെ ഫിസിക്കൽ ഫിഗർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ, ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സ്ട്രക്ചർ ഈ ഒരു രീതിയിലും, അതായത് ആനോഡ് കാഥോഡ്, ഇത് രണ്ടും കൂടിയിട്ടാണ് കാഥോഡ്. ബട്ട് എന്താണ്, ഇവിടെ ഒരു എൻ മൈനസ് വൺ ലെയറും ഒരു എൻ പ്ലസ് വൺ ലെയറും ഉണ്ടാവും. ഇനി വായിച്ചു നോക്കാം. പവർ സെമികണ്ടക്ടർ ഡയോഡ് ഈസ് ദി പവർ ലെവൽ കൗണ്ടർ പാർട്ട് ഓഫ് ദി ലോ പവർ സിഗ്നൽ ഡയോഡ്. അതായത് പവർ ലെവൽ കൂടുതലായിരിക്കും. ദീസ് പവർ ഡിവൈസസ് however are required to carry up to several kilo ampere of current. അതായത് നോർമലിൽ 1 ആംപിയർ ആണെങ്കിൽ ഇവിടെ കിലോ ആംപിയേഴ്സ് ഓഫ് കറണ്ട് അണ്ടർ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ കിലോ ആംപിയേഴ്സ് ഓഫ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആൻഡ് ബ്ലോക്ക് അപ് ടു സെവറൽ കിലോ വാൾട്ട്. നോർമലിൽ 1 കിലോ വാട്ട് ആണ്, 1 വോൾട്ട് ആണെങ്കിൽ ഇവിടെ ഒരു 50 വോൾട്ട് ആണെങ്കിൽ തിരിച്ചെന്തായിരിക്കും, ഇത് 50 കിലോ വോൾട്ട് ആയിരിക്കും. കിലോ വോൾട്ട് ഓഫ് വോൾട്ടേജ് ക്യാൻ ബി ബ്ലോക്ക് അപ്പ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. അതായത് അതിൻ്റെ പവർ ലെവൽ ഇൻക്രീസ് ചെയ്തു. That is, the construction of power diode arises from the need to make them suitable for high voltage and high current applications. High voltage, high current application. These extreme requirements call for important structural changes in power diode which significantly affect their operating characteristics. അതായത് അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ്, എന്തായാലും സ്ട്രക്ചറൽ ചേഞ്ചസിൽ ഉണ്ടാകുന്നത് ഒരു എൻ മൈനസ് വൺ ലെയർ അഡീഷണൽ ആയിട്ട് വന്നു. ദ പ്രാക്ടിക്കൽ റിയലൈസേഷൻ ആൻഡ് റിസൾട്ടിങ് സ്ട്രക്ചർ ഓഫ് എ പവർ ഡയോഡ് ഈസ് ഷോൺ. ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് കൺവെൻഷണലുമായത് വ്യത്യാസം വരുന്നത്, ഒരു എൻ മൈനസ് വൺ ലെയറിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെവിലി ഡോപ്ഡ് എൻ പ്ലസ് സബ്സ്ട്രേറ്റ്. ഓൺ ദിസ് സബ്സ്ട്രേറ്റ്സ് എ ലൈറ്റ്ലി ഡോപ്ഡ് എൻ മൈനസ് വൺ ലെയർ ഈസ് എപ്പിടാക്സിലി ഗ്രോൺ. അതായത് ഒരു എൻ മൈനസ് ലെയർ കൂടി ഉണ്ട്. ദിസ് ഷോസ് ദ എൻ മൈനസ് ലെയർ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് നോട്ട് ഫൗണ്ട് ഇൻ സിഗ്നൽ ഡയോഡ്. സിഗ്നൽ ഡയോഡിൽ ഇല്ലാത്തതാണ്
ഈ n-1 diode. The function of n-1 layer is to absorb the depletion layer of the reverse biased p plus n- junction J1. അപ്പോൾ എന്താണ് ഈ n-1 ലെയർ എന്തിനാണ് ടു അബ്സോർബ് ദി ഡിപ്ലീഷൻ ലെയർ ഓഫ് ദി റിവേഴ്സ് ബയാസ്ഡ് പി പ്ലസ് n- ലെയർ ജംഗ്ഷൻ. അതിനു വേണ്ടിയിട്ടാണ് n-1 ലെയർ. ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നീഡഡ് ഇൻ എ പവർ ഡയോഡ് ഗവേൺസ് ദി തിക്നെസ് ഓഫ് n- ലെയർ. അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്ര വോൾട്ടേജ് കൊടുത്താലാണ് ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആ n-1 ലെയറിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ n-1 ലെയറിൻ്റെ തിക്നെസ് വെരി ഹൈ ആണെങ്കിൽ കൂടുതൽ വോൾട്ടേജ് വേണം ആ ഒരു ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മോർ ദി n- ലെയർ തിക്നെസ്. ഓക്കെ, n- ലെയറിൻ്റെ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഓവർ വോൾട്ടേജും കൂടും. അതാണ് പറഞ്ഞത്. The drawback of n-1 layer is to add significant ohmic resistance to the diode when it is conducting for a forward current. അപ്പോൾ ഇതിൻ്റെ ഈ n-1 ലെയർ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഓമിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഫോർവേഡ് കണ്ടക്ഷൻ സമയത്ത് ഹൈ കറണ്ട്, ഒരു 5 കിലോ ആംപിയർ അല്ലെങ്കിൽ ഒരു വെരി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമിൽ ഈ ഓമിക് റെസിസ്റ്റൻസ് കൊണ്ട് എന്ത് പറ്റും, ഓമിക് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ ഡയോഡിന് ഹീറ്റ് സിങ്ക്, അതായത് കൂളിംഗ് അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സർക്യൂട്ട് സിമ്പിൾ ഓഫ് എ പവർ ഡയോഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി സിഗ്നൽ ഡയോഡ്. സർക്യൂട്ട് സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ് ദി സിഗ്നൽ ഡയോഡ്. നൗ പവർ സെമികണ്ടക്ടർ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സും സെയിം തന്നെയാണ്, നമ്മൾ സ്മോൾ സിഗ്നൽ ഡയോഡിൽ പഠിച്ച പോലെ തന്നെയാണ്. ഫസ്റ്റ് വൺ എന്താണ്, വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ ഡയോഡ് റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡയോഡ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ കൺവെൻഷനലായിട്ട് ഡയോഡ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതാണ്. എങ്ങനെയാണ്, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും, അപ്പോൾ അതിനുള്ളിലെ കറണ്ട് ഫ്ലോ മെഷർ ചെയ്യും അല്ലേ. അപ്പോൾ ഫോർവേഡ്, അത് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുക. ഫോർവേഡ് ബയാസിങ് മീൻസ് പി പോസിറ്റീവും എൻ നെഗറ്റീവും എന്നുള്ള രീതിയിൽ ഡി സി സപ്ലൈ കൊടുത്താൽ എന്ത് പറ്റും, അപ്പോൾ ഉണ്ടാകുന്ന ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് ഉണ്ടാകുന്ന കറണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് മെഷർ ചെയ്യും, എന്നിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അതാണ് എന്ത്, ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തിരിച്ച് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതാണ്, അതും നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്രാഫാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. സെയിം ആണ് ഇതിൽ പവർ ഡയോഡിലും സ്മോൾ സിഗ്നൽ ഡയോഡിലും ഒക്കെ സെയിം തന്നെയാണ്. When anode is positive with respect to cathode, diode is said to be forward biased. With the increase of source voltage Vs from zero value, initially diode current is zero. From Vs equal to 0 to cut-in voltage, the forward diode current is very small. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മളെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഫോർവേഡ് കറണ്ട് ഐ എഫ്, വി എ കെ, അതായത് വോൾട്ടേജ്. അപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ഒരു ഇനീഷ്യലി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഡയോഡ് കറണ്ട് എന്താണ്, വെരി സ്മോൾ ആണ്. അതായത് ഫോർവേഡ് കറണ്ട് വെരി സ്മോൾ ആണ് അല്ലേ, നിയർലി ഈക്വൽ ടു 0 ആണ്. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഡയോഡിൻ്റെ കട്ടിൻ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. കട്ടിൻ വോൾട്ടേജ് ഈസ് ഓൾസോ നോൺ ആസ് ത്രഷോൾഡ് വോൾട്ടേജ് ഓർ ടേൺ ഓൺ വോൾട്ടേജ്. അതാണ് കട്ടിൻ വോൾട്ടേജ് അല്ലെങ്കിൽ ടേൺ ഓൺ വോൾട്ടേജ് അല്ലെങ്കിൽ ത്രഷോൾഡ് വോൾട്ടേജ്, ഏത് പേര് വേണമെങ്കിലും പറയാം. അതായത് ഫ്രം വി എസ് ഈക്വൽ ടു 0 ടു കട്ടിൻ വോൾട്ടേജ്. ഏതാ 0, ഈ സെൻറ്റർ പോയിന്റ് ആണ് 0. ഈ എപ്പോഴാണോ കറണ്ട് ഇൻക്രീസ് ചെയ്യുക, ഇതാണ് കറണ്ട്, അപ്പോൾ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റാണ് കട്ടിൻ വോൾട്ടേജ്. ഓക്കെ, ബിയോണ്ട് കട്ടിൻ വോൾട്ടേജ് ദ ഡയോഡ് കറണ്ട് റൈസസ് റാപ്പിഡ്ലി ആസ് ദ ഡയോഡ് ഈസ് സെറ്റ് ടു കണ്ടക്ട്. റാപ്പിഡായിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു എത്തിക്കഴിഞ്ഞാൽ എന്ത് പറയും, ഇൻ കണ്ടക്ഷൻ മോഡാണെന്ന് പറയും.
ഫോർ സിലിക്കൺ ഡയോഡ് ദ കട്ട് ഇൻ വോൾട്ടേജ് ഇസ് അറൌണ്ട് 0.7. സിലിക്കണിൽ എത്രയാണ്? 0.7 വോൾട്ട് ആണ്. ജെർമേനിയം ഡയോഡൊക്കെ ആണെങ്കിൽ 0.3 വോൾട്ട് ആണ്. ഇതൊക്കെ നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്യുന്നതാണ്. വെൻ ദ ഡയോഡ് കണ്ടക്ട്സ് ദർ ഇസ് എ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ദി ഓർഡർ ഓഫ് 0.8 ടു 1 വോൾട്ട്. അപ്പം പവർ ഡയോഡ്സിൻ്റെയും വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം തന്നെയാണ്. ബട്ട് കട്ട് ഇൻ വോൾട്ടേജ് ചിലപ്പോൾ 0.7 ആയിരിക്കണം എന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഡയോഡിൻ്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അനുസരിച്ച്, അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് കട്ട് ഇൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, വെൻ ദ കാഥോഡ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആനോഡ്, ഇനിയിപ്പം പറയുന്നത് എന്താണ്? റിവേഴ്സ് ബയാസ്. ഇപ്പം ഇതെന്താണ് നമ്മളെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്? ഇത് ഇപ്പം ആനോഡിൽ പോസിറ്റീവ് കൊടുത്തു, ഇതാ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ്, അതാണ് ഫോർവേഡ് ബയാസ് ചെയ്തിരിക്കുന്നത്. ഇനി റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ when the cathode is positive with respect to anode, the diode is said to be reverse biased. In the reverse biased condition, a small reverse current called leakage current of the order of microampere or milliampere flows. അപ്പം എന്തായിരിക്കും? ഇതായിരുന്നു താഴെ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? വെരി സ്മോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു വെരി സ്മോൾ കറണ്ട് മാത്രമേ ഒരു ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, the leakage current, a small leakage current only flows. The leakage current is almost independent of the magnitude of reverse voltage until the voltage reaches breakdown voltage. ഇനി ഫിഗർ നോക്കുക, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റി? കറണ്ട്, റിവേഴ്സ് കറണ്ട് ഹയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും അല്ലേ? At this reverse breakdown, the voltage remains almost constant, but the reverse current becomes quite high, limited only by external circuit resistance. Reverse breakdown എത്തിക്കഴിഞ്ഞാൽ കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. A large reverse breakdown voltage associated with a high reverse current leads to excessive power loss that may destroy the diode. അപ്പം ലാർജ് റിവേഴ്സ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ്, റിവേഴ്സ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് വെരി ലാർജ് ആണ്. അതായത് നമ്മളൊരു ഡയോഡ് ഒരു 100 വോൾട്ട് കൊടുക്കുമ്പോഴാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതെങ്കിൽ 100 വോൾട്ടേജ് ആണ് അതിൻ്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ 100 വോൾട്ട് ഉള്ളത് കൊണ്ട് സർക്യൂട്ട് റെസിസ്റ്റൻസ് 1 ഓം ആണെങ്കിൽ വി ബൈ ആർ അല്ലേ, അതല്ലേ കറണ്ട് 100/1. അപ്പോൾ 100 ആംപിയേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ഡയോഡ് അല്ലെങ്കിൽ ആ ഡയോഡിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യിക്കും, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യിക്കും. അതാ പറയുന്നത് ലാർജ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ഹയർ ആണെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും? അസോസിയേറ്റഡ് വിത്ത് ഹൈ റിവേഴ്സ് കറണ്ട് ലീഡ്സ് ടു എക്സസീവ് പവർ ലോസ് ദാറ്റ് മേ ഡിസ്ട്രോയ് ദി ഡയോഡ്. ഇത് ഡയോഡ് നശിച്ചു പോകാൻ കാരണമാകും. This shows that reverse breakdown of a power diode must be avoided by operating it below the specific peak reverse repetitive voltage. അപ്പം റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നമ്മൾ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ വേണം ഒരു ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് അതിൻ്റെ റിവേഴ്സ് റിപ്പറ്റേറ്റീവ് വോൾട്ടേജിൻ്റെ താഴെ മാത്രമേ നമ്മൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ ആൻ ഐഡിയൽ ഡയോഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി കണ്ടക്ടിങ് ഡയോഡ് ഈസ് 0. കണ്ടക്ടിങ് ഡയോഡിൽ ഐഡിയൽ ഡയോഡിൽ 0 ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. ആൻഡ് VRRM ഈസ് ഇൻഫിനിറ്റ്. ഐഡിയൽ കേസാണ് പറഞ്ഞത്. ഡയോഡ് മാനുഫാക്ചേഴ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ വാല്യൂ ഓഫ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, PIV ഓഫ് എ ഡയോഡ്. കാരണം അതിന് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കൂടി മെഷർ ചെയ്യുന്നല്ല, സ്പെസിഫൈ ചെയ്യും. This is the largest reverse voltage to which a diode may be subjected during its working. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിങ്ങിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്, അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അതുകൂടി മാനുഫാക്ചേഴ്സ് മെഷർ ചെയ്യണം. കാരണം ആ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഡയോഡ് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതുവഴി ഹൈ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ
ഡയോഡ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. The power diodes are available with forward current rating of 1 ampere to several thousands of ampere. അത് പവർ ഡയോഡ് 1 ആംപിയർ തൊട്ട് തൗസൻഡ്സ് ആംപിയേഴ്സ് വരെ റേഞ്ചിലുണ്ട് കറണ്ട് റേറ്റിംഗ്. അതുപോലെ വോൾട്ടേജ് റേറ്റിംഗ് 50 വോൾട്ട് ടു 5000 വോൾട്ട്, അത്രയും റേഞ്ചിൽ പവർ ഡയോഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോർമലായിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡയോഡ് റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ്. ശ്രദ്ധിക്കുക, നമ്മൾ മുന്നേ പരിചയമില്ലാത്തൊരു ടേമാണ് റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കുക, ആഫ്റ്റർ ദി ഫോർവേഡ് ഡയോഡ് കറണ്ട് ഡീക്കേസ് ടു സീറോ. അതായത് നമ്മളൊരു ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്തു, അതുവഴി കറണ്ട് ഫ്ലോ ഒക്കെ ചെയ്ത് അവസാനം എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്ത് കറണ്ട് എന്ത് ചെയ്യണം? സീറോ. ആഫ്റ്റർ ദി ഫോർവേഡ് ഡയോഡ് കറണ്ട് ഡീക്കേസ് ടു സീറോ, ദ ഡയോഡ് കണ്ടിന്യൂസ് ടു കണ്ടക്ട് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ because of the presence of stored charge in the depletion region and the semiconductor layer. ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഫോർവേഡ് കണ്ടക്ഷൻ കറണ്ട് സീറോ ആയി കഴിഞ്ഞാലും ഡയോഡ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ടു കണ്ടക്ട് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സ്റ്റോർഡ് ചാർജസ് ഇൻ ദി ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് സെമി കണ്ടക്ടർ ലെയർ. സെമി കണ്ടക്ടർ ലെയറിലും ഡിപ്ലീഷൻ റീജിയനിലും കുറച്ച് ഫോർവേഡ് കണ്ടക്ഷൻ ടൈമിൽ കുറച്ച് ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ചാർജ് സ്റ്റോർ ചെയ്തത് കൊണ്ട് ഡയോഡ് എന്ത് ചെയ്യും? റിവേഴ്സായിട്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, the reverse current flows for a time called reverse recovery time, TRR. അപ്പം റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ടൈം, അതായത് എത്ര ടൈമാണോ ഒരു ഡയോഡിൽ റിവേഴ്സ്, അത് ഫോർവേഡ് കണ്ടക്ഷനിൽ നമ്മൾ ഫോർവേഡ് കണ്ടക്ഷൻ കറണ്ട് സീറോ ആയാലും ഡയോഡ് റിവേഴ്സ് ഡയറക്ഷനിൽ കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയും. ആ എത്ര ടൈം റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും, ആ ഒരു ടൈമിനെയാണ് റിവേഴ്സ് റിക്കവറി ടൈം, TRR എന്ന് പറയുന്നത്. ദ ഡയോഡ് റീഗെയിൻസ് ഇറ്റ്സ് ബ്ലോക്കിംഗ് കാപ്പബിലിറ്റി അൺടിൽ ദ റിവേഴ്സ് റിക്കവറി കറണ്ട് ഡിക്കേസ് ടു സീറോ. അപ്പം എന്താണ്? ഡയോഡ് റീഗെയിൻ ഇറ്റ്സ് ബ്ലോക്കിംഗ് കാപ്പബിലിറ്റി എപ്പോഴാണ്? അൺടിൽ റിവേഴ്സ് റിക്കവറി കറണ്ട് ഡിക്കേസ് ടു സീറോ. റിവേഴ്സ് കറണ്ട് സീറോ ആയാൽ മാത്രമേ ഡയോഡിന് ആ ബ്ലോക്കിംഗ് കാപ്പബിലിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതായത് അതിന് വീണ്ടും ആദ്യം വർക്ക് ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ദെർഫോർ എന്താണ് റിവേഴ്സ് റിക്കവറി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ബിറ്റ്വീൻ, റിവേഴ്സ് റിക്കവറി ടൈം എന്താണെന്നാണ് പറയുന്നത്, ഡിഫൈൻഡ് ആസ് ദ ടൈം ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻറ്റ് ഫോർവേഡ് ഡയോഡ് കറണ്ട് ബിക്കം സീറോ. ഫോർവേഡ് ഡയോഡ് കറണ്ട് സീറോ ആവുന്ന ഇൻസ്റ്റൻറ്റ് മുതൽ ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് റിവേഴ്സ് റിക്കവറി കറണ്ട് ഡീക്കേസ് ടു 25% ഓഫ് ഇറ്റ്സ് റിവേഴ്സ് പീക്ക് വാല്യൂ IR. ആ ഒരു ടൈമാണെന്ത്? റിവേഴ്സ് റിക്കവറി ടൈം. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ക്ലിയർ ആവില്ല. അപ്പോൾ ഫിഗർ നോക്കാം. ഓക്കെ, ഫിഗർ കാണുന്നില്ലേ? അപ്പം IF ഫസ്റ്റ് ഫിഗറാണ് പറയുന്നത്. IF മീൻസ് ഫോർവേഡ് കറണ്ട്. അപ്പോൾ നമ്മൾ ഡയോഡ് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു പോയിൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സർക്യൂട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്തു? IF സീറോ ആയി, അല്ലേ? അതായത് ഫോർവേഡ് കറണ്ട് സീറോ ആയി. അപ്പം നോർമലി ഐഡിയലി എന്ത് പറ്റണം? ഫോർവേഡ് കറണ്ട് സീറോ ആയാൽ അപ്പം തന്നെ ഡയോഡ് എന്ത് ചെയ്യണം? ഡയോഡിൽ പിന്നെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവരുത്. ബട്ട് ഡ്യൂ ടു ദി ചാർജ് സ്റ്റോർഡ്, എവിടെയൊക്കെ? ചാർജ് സ്റ്റോർഡ് ഇൻ ദി സെമി കണ്ടക്ടർ ലെയർ ആൻഡ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ അവിടെയൊക്കെ ചാർജ് സ്റ്റോർ ചെയ്തുകൊണ്ട് ആ ഡയോഡിന് റിവേഴ്സ് ഡയറക്ഷനിൽ, അതായത് റിവേഴ്സ് കറണ്ട്, അതാണ് താഴോട്ട് കാണിച്ചിരിക്കുന്നത്, റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, റിവേഴ്സ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ്, അതായത് ഫോർവേഡ് കറണ്ട് സീറോ ആയതിനു ശേഷം താഴോട്ട്
അതായത് റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ IRM കാണുന്നില്ലേ, ടോപ്പ് പോയിന്റ്, ദിസ് ഈസ് ദി റിവേഴ്സ് മാക്സിമം കറണ്ട്. ഇതാണ് മാക്സിമം അല്ലേ, മാക്സിമം IRM വരെ പോവും. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും റിവേഴ്സ് കറണ്ട് റെഡ്യൂസ് ചെയ്ത് 0 ആവും. അപ്പം TRR, അതായത് TRR എന്താണ്, റിവേഴ്സ് റിക്കവറി ടൈം, അത് പറയുന്നത് 0, അതായത് നമ്മുടെ IF 0 ആവുന്ന പോയിന്റ് ടു പിന്നെ മാക്സിമം IRM ആയി, IRM എന്ന് വീണ്ടും IRMൻ്റെ 25%, അതായത് 0 ആവണ്ട, IRMൻ്റെ 25% ആവാൻ ഉള്ള ടൈം, അതാണ് TRR. ഒന്നുകൂടി പറയാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the time between the instant forward diode current becomes 0, the forward diode current becomes 0, പിന്നെ and the instant reverse recovery current decays to 25% of its reverse peak value. അത് reverse recovery current 25% of the peak value എത്തുന്ന വരെ, 0 to 25% of the peak value, അതാണ് ആ ഒരു ടൈമിനെയാണ് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദ റിവേഴ്സ് റിക്കവറി ടൈം ഈസ് കമ്പോസ്ഡ് ഓഫ് 2 സെഗ്മെന്റ്സ്. എന്തൊക്കെയാ, TA-യും TB-യും. TA എന്താണ്, ഇതാണ് TA, ഇതാണ് TB. TA മീൻസ് നമ്മുടെ ഫോർവേഡ് കറണ്ട് 0 ആയത് മുതൽ റിവേഴ്സ് മാക്സിമം, അതായത് IRM ആണ് റിവേഴ്സ് മാക്സിമം, അപ്പോൾ IRM എത്തുന്നവരെയുള്ള ടൈമാണ് TA. TB എന്താണ്, IRM എന്ന് വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് 25% ഓഫ് IRM എത്തുന്ന ടൈമാണ് TB. ഓക്കെ, അപ്പം TRR നമുക്ക് എന്ത് എഴുതാൻ പറ്റും, TA പ്ലസ് TB അല്ലേ. ടൈം TA ഈസ് ദ ടൈം between zero crossing of forward current and peak reverse current IRM. During TA, charge stored in depletion layer is removed. ഇപ്പം ഞാൻ പറഞ്ഞു 2 കാരണം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ റിവേഴ്സ് റിക്കവറി കറണ്ട് ഉണ്ടാവുന്നത്. ഒന്ന്, ചാർജ് സ്റ്റോർഡ് ഇൻ ദി ഡിപ്ലീഷൻ റീജിയൻ. രണ്ടാമത്തെ എന്താണ്, പ്രസൻസ് ഓഫ് ചാർജസ് ഇൻ ദി ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് സെമി കണ്ടക്ടർ ലെയർ. അപ്പോൾ എന്താണ്, ഡ്യൂറിങ് TA, ചാർജ് സ്റ്റോർഡ് ഇൻ ദി ഡിപ്ലീഷൻ layer is removed. TB is measured from the instant of reverse peak value IRM to the instant of value 0.25 IRM is reached. TB എന്താണ്, IRM റിവേഴ്സ് പീക്ക് വാല്യൂന്ന് അതിൻ്റെ 25%ലേക്ക് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഡ്യൂറിങ് TB എന്താണ്, ചാർജസ് ഫ്രം സെമി കണ്ടക്ടർ ലെയർ ഇസ് റിമൂവ്ഡ്. TA-യിൽ എന്താണ്, ചാർജസ് ഫ്രം ഡിപ്ലീഷൻ ലെയർ ഇസ് റിമൂവ്ഡ്. TB-യിൽ ചാർജസ് ഫ്രം സെമി കണ്ടക്ടർ ലെയർ ഇസ് റിമൂവ്ഡ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം ദ ഷെയ്ഡഡ് ഏരിയ റെപ്രസെൻറ്റ് ദ സ്റ്റോർഡ് ചാർജ് ഓർ റിവേഴ്സ് റിക്കവറി ചാർജ് QR. അപ്പം ഈ ടോട്ടൽ ഏരിയ TA-യും TB-യിലും ഉണ്ടാകുന്ന ടോട്ടൽ ഏരിയ ആണ് എന്ത് പറയുന്നത്, ടോട്ടൽ ചാർജ്. സെമി കണ്ടക്ടർ ലെയറിലുള്ളതും ഡിപ്ലീഷൻ റീജിയനിലും സ്റ്റോർ ചെയ്ത ടോട്ടൽ ചാർജ്. ദ ഷെയ്ഡഡ് ഏരിയ റെപ്രസെൻറ്റ് ദ സ്റ്റോർഡ് ചാർജ് ഓർ റിവേഴ്സ് റിക്കവറി ചാർജ് QR വിച്ച് മസ്റ്റ് ബി റിമൂവ്ഡ് ഡ്യൂറിങ് ദി റിവേഴ്സ് റിക്കവറി ടൈം TRR. അപ്പം നോക്കുക, IRM എന്താണ്, കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. QR മീൻസ് റിവേഴ്സ് റിക്കവറി ചാർജ്, IR എന്ന് പറയുന്നത് റിവേഴ്സ് മാക്സിമം അല്ലേ, റിവേഴ്സ് മാക്സിമം ആണ്, റിവേഴ്സ് റിക്കവറിയുടെ റിവേഴ്സ് കറണ്ടിൻ്റെ മാക്സിമമാണ് IRM. TRR മീൻസ് റിവേഴ്സ് റിക്കവറി ടൈം, അതിന് TA-യും TB-യും ഉണ്ട്. TA മീൻസ് എന്താണ്, എവിടെ നിന്നാണ് TA എന്താണ്, ഡിപ്ലീഷൻ ലെയറിലുള്ള ചാർജ് റിമൂവ് ചെയ്തത്. അതുപോലെ TB എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ലെയർ. ദ റേഷ്യോ TB/TA ഈസ് കോൾഡ് സോഫ്റ്റ്നെസ് ഫാക്ടർ. TB ബൈ TA നോക്കുക, TB ഇതാണ് TB, ഇതാണ് TA. അപ്പോൾ TB കൂടുതലാണ്, അപ്പോൾ TB കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെ വരെ വരും അല്ലേ, TB കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെ വരെ വരും. TB കുറഞ്ഞാൽ പെട്ടെന്ന് തന്നെ 0, അതായത് ഇവിടെ എത്തി പെട്ടെന്ന് ചെറുതായി കഴിഞ്ഞാൽ TB കുറവാണെന്ന് പറയാം. ഇവിടെ എത്തിയിട്ട് മെല്ലെ ഇങ്ങനെയാണ് കുറയുന്നതെങ്കിൽ TB കൂടുതലാണെന്നും പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, TB/TA ഈസ് കോൾഡ് സോഫ്റ്റ്നെസ് ഫാക്ടർ. ഇറ്റ്സ് യൂഷ്വൽ വാല്യൂ ഈസ് യൂണിറ്റി. നോർമലി TB TA ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും, ഇപ്പോൾ യൂഷ്വൽ വാല്യൂ യൂണിറ്റി ആയിരിക്കും ഉണ്ടാവുക.
എ ഡയോഡ് വിത്ത് എസ് ഫാക്ടർ യൂണിറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ് റിക്കവറി ഡയോഡ്. അപ്പം ടി എ ടി ബി എന്നുള്ള റേഷ്യോ 1 ആയിട്ടുള്ളത് ഡയോഡിനെ സോഫ്റ്റ് റിക്കവറി ഡയോഡ് എന്ന് പറയും. ആൻഡ് എ ഡയോഡ് വിത്ത് എസ് ഫാക്ടർ ലെസ് ദാൻ 1 ഈസ് കോൾഡ് ഫാസ്റ്റ് റിക്കവറി ഡയോഡ്. ശ്രദ്ധിക്കുക, എസ് ഫാക്ടർ ലെസ് ദാൻ 1. എസ് ഫാക്ടർ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എന്താണ്? ടി ബി ബൈ ടി എ അല്ലേ? അപ്പം ടി എ ഹയർ ആയിരിക്കും, ടി ബി കുറവായിരിക്കും. ടി ബി കുറവ് പറയുമ്പം പെട്ടെന്ന് അല്ലേ? അപ്പം ഇങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അത് സീറോയിലേക്ക് എത്തി. അപ്പം അങ്ങനെ സ്പീഡിൽ സീറോയിലേക്ക് എത്തുന്നതിന് ഫാസ്റ്റ് റിക്കവറി ഡയോഡ് എന്ന് പറയും. ഡയോഡ് വിത്ത് എസ് ഫാക്ടർ ലെസ് ദാൻ 1 ഈസ് കോൾഡ് ഫാസ്റ്റ് റിക്കവറി ഡയോഡ്. അതായത് പെട്ടെന്ന് റിക്കവറായി, ആ ടി ബി എന്നുള്ള ടൈം കുറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് റിക്കവറായി. The average value of VF and IF gives the total power loss in the diode, and from figure C this reveals that the major power loss in the period TB. അപ്പോൾ ഇതാണ് ഈ തേർഡ് ഗ്രാഫ്. ഇതാണ് എന്ത്? പവർ ലോസ്. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ വി എഫ് ആണ് വോൾട്ടേജ്, ഇവിടെയുള്ള ഐ എഫിൻ്റെ ഗ്രാഫാണിത്, വി എഫിൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പവറിൻ്റെ ഗ്രാഫാണ് സിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഏറ്റവും കൂടുതൽ പവർ ലോസ് എപ്പോഴാണ്? ടി ബി, ആ റിവേഴ്സ് റിക്കവറിയുടെ ടി ബി ടൈമിലാണ് ഏറ്റവും കൂടുതൽ ലോസസ് ഉണ്ടാവുന്നത് അല്ലേ? മേജർ പവർ ലോസ് ഇൻ ദ പീരീഡ് ടി ബി. അപ്പം ഫാസ്റ്റ് റിക്കവറി ഡയോഡ് ആണെങ്കിൽ അതിൻ്റെ പവർ ലോസ് കുറവായിരിക്കും അല്ലേ? പവർ ലോസ് കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. The peak inverse current can be expressed as IRM. IRM is equal to TA into DI by DT എന്ന് എഴുതാം. അതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ IRM എന്താണ്? റിവേഴ്സ് പീക്ക് കറണ്ട് ആണ്. ഇതെന്താണ്? ഈ ഒരു ഷേപ്പിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് വിത്ത് ടൈം അല്ലേ? ഇത് ടൈം, എക്സ് ആക്സിസിൽ ടൈമാണ്, ഇവിടെ കറണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? DI by DT ആണ്. Therefore നമ്മൾ എന്ത് എഴുതി? IRM, peak value IRM is equal to TA into TA ഏതാണ്? ഇതാണ് TA, ഇതാണ് പീക്ക് വാല്യൂ. therefore TA into IRM is equal to TA into DI by DT അല്ലേ? IRM is equal to TA into DI by DT. ഇനി QR is equal to half into IRM into TRR. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്ത് ചെയ്തൊരു ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതൊരു ട്രയാങ്കുലർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കുലറിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എത്രയാ? TRR. ഒരു ഏരിയ TRR ആണ്. ഹൈറ്റ് എന്താണ്? IRM ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു IRM ഇൻറ്റു TRR അല്ലേ? ഇനി എന്ത് ചെയ്തു? ഈ ഇക്വേഷന് IRM is equal to 2 പുറം പോയി, അപ്പം 2QR ഡിവൈഡ് ബൈ TRR എന്ന് കിട്ടി. ആണ് ഇക്വേഷൻ 1. ഇനി ഇഫ് TRR is equal to TA, അതായത് ടോട്ടൽ TRR TA പ്ലസ് TB എന്നുണ്ട്. അപ്പം TB ഇല്ല വിചാരിക്കുക. അപ്പം TRR is equal to TA ആണെങ്കിൽ എന്ത് കിട്ടും? IRM is equal to TRR into DI by DT. ടിഎക്ക് പകരം TRR കൊടുത്തു അല്ലേ? ഇനി ഇക്വേഷൻ 1ൽ നമ്മൾ IRMന് പകരം 2QR by TR എന്നുണ്ട്. അപ്പം അതുകൂടി TRR into DI by DT is equal to 2QR by TR എന്നുണ്ട്. അപ്പോൾ TRR is equal to 2QR by DI by DT the whole raised to half, അതായത് റൂട്ട് ഓഫ് 2QR by DI by DT എന്ന് കിട്ടി അല്ലേ? വിത്ത് TA is equal to TRR we get IRM is equal to TR into DI by DT. therefore നമ്മൾ എന്ത് ചെയ്തു? TRRന് പകരം 2QR by DI by DT raised to 1/2 എന്നുള്ളത് കൊടുത്തു. അത് ഇൻറ്റു DI by DT. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? 2QRR into DI by DT raised to half. ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ദിസ് ഷോസ് ദാറ്റ് റിവേഴ്സ് റിക്കവറി ടൈം TRR and the peak inverse current IRM are dependent on storage charge and the rate of change of
കറണ്ട് dI/dt. സ്റ്റോറേജ് ചാർജ് QR-നെയും dI/dt-നെയും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ എഴുതി നോക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം, സമയം കുറച്ച് കൂടുതലായി. ഓക്കെ, അപ്പോൾ പവർ സെമി കണ്ടക്ടർ ഡയോഡ്സിൻ്റെ ടൈപ്സ്, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ജനറൽ പർപ്പസ് ഡയോഡ്, ഫാസ്റ്റ് റിക്കവറി ഡയോഡ്, അതുപോലെ ഷോർട്ട് കീ ഡയോഡ്, ഇങ്ങനെ മൂന്നായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തത്. അപ്പം ജനറൽ പർപ്പസ് ഡയോഡ് എന്ന് പറയുന്നത് അതിൻ്റെ റിവേഴ്സ് റിക്കവറി ടൈം ഓഫ് ദി ഓർഡർ ഓഫ് 25 മൈക്രോ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ റിവേഴ്സ് റിക്കവറി എടുക്കാൻ 25 മൈക്രോ സെക്കൻഡ്സ് എടുക്കും. എന്നാൽ ഫാസ്റ്റ് റിക്കവറി ഡയോഡാണെങ്കിൽ റിവേഴ്സ് റിക്കവറി ടൈം അബൌട്ട് 5 മൈക്രോ സെക്കൻഡ്, അതായത് പെട്ടെന്ന് തന്നെ റിവേഴ്സ് റിക്കവറി നടക്കും. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് ഡയോഡ് കറണ്ട് റേറ്റിംഗ് ഫ്രം 1 ആംപിയർ ടു 1000, ഇത് 1 ആംപിയർ മുതൽ 1000 ആംപിയർ വരെ ആക്കാം. വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ട് ടു 5 കിലോ വോൾട്ട്. മേജർ ആപ്ലിക്കേഷൻസ് ബാറ്ററി ചാർജിങ്, ഇലക്ട്രിക് ട്രാക്ഷൻ, ഇലക്ട്രോപ്ലേറ്റിംഗ്, വെൽഡിംഗ്, UPS എക്സെട്ര. ഇത്രയാണ് മേജർ കാര്യങ്ങൾ വരുന്നത്. ഫാസ്റ്റ് റിക്കവറി ഡയോഡ് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടെന്നാണ്, റിവേഴ്സ് റിക്കവറി ടൈം കുറവായിരിക്കും. ആപ്ലിക്കേഷൻ ചോപ്പർ, കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്, SMPS, ഇൻഡക്ഷൻ ഹീറ്റിംഗ് എക്സെട്രാസ്. കറണ്ട് റേറ്റിംഗ് സെയിം തന്നെ, 1 ആംപിയർ ടു 1000 ആംപിയർ വരും. വോൾട്ടേജ് റേറ്റിംഗ് 50 വോൾട്ട് ടു 3 കിലോ വോൾട്ട്. മറ്റേതിൽ 5 വോൾട്ട് ടു 5 kV ആണ്. ഇതിൽ 50 വോൾട്ട് ടു 3 kV ആണ് ഒരു വോൾട്ടേജ് റേറ്റിംഗ് വരുന്നത് ഫാസ്റ്റ് റിക്കവറി ഡയോഡ്. ഇനി ഷോർട്ട് കീ ഡയോഡ് റിക്കവറിനെ ബേസ് ചെയ്തിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്താണ്, യൂസ് മെറ്റൽ ടു സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഫോർ റെക്ടിഫിക്കേഷൻ. ഇതിൽ നമ്മൾ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. PN ജംഗ്ഷന് പകരം മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ ഈസ് യൂഷ്വലി അലുമിനിയം ആണ് മെറ്റലായിട്ട് യൂസ് ചെയ്യുന്നത്. ലോ കട്ടിൻ വോൾട്ടേജ് കുറവായിരിക്കും. ഹൈ റിവേഴ്സ് ലീക്കേജ് കറണ്ട്, അതുപോലെ ഹയർ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. റിവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് 100 വോൾട്ട് വരെ വരാം. ഫോർവേഡ് കറണ്ട് 1 ആംപിയർ ടു 300 ആംപിയർ വരെ വരാം. ആപ്ലിക്കേഷൻസ് ഹൈ ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റേഷൻ, സ്വിച്ചിങ്, പവർ സപ്ലൈസ് എക്സെട്ര. അപ്പോൾ ഇത്രയാണ് പവർ സെമി കണ്ടക്ടർ ഡയോഡ് ടൈപ്സ് വരുന്നത്. അപ്പോൾ ഈ ഓരോ ടൈപ്സ് ഏതൊക്കെയാണ് 3 വരുന്നത്, ജനറൽ പർപ്പസ് ഡയോഡ്, ഫാസ്റ്റ് റിക്കവറി, ഷോർട്ട് കീ ഡയോഡ്സ്. ഇത് 3 ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ സെമി കണ്ടക്ടർ ഡയോഡ്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ റെക്കോർഡഡ് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സും അല്ലെങ്കിൽ നമുക്ക് ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.